ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിൻ്റെ സമ്മേളനം, അതിൻ്റെ പ്രത്യേകതകൾ ഈ കഴിഞ്ഞ LGSന് 10th പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുൻകാല ചോദ്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുന്ന പങ്ക്തിയാണിത്. മുൻകാല ചോദ്യങ്ങളാണ്. അപ്പം അതും SCERT ബുക്കിലെ പ്രസക്ത ഭാഗങ്ങളും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ക്ലാസ്സുകൾ. ഹായ് ഫ്രണ്ട്സ്, വിൻഡോജുവിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദനൻ MP. ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒട്ടനവധി പേര് കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഇതിൽ വീഡിയോ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടാതെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഈ വീഡിയോ ക്ലാസ്സുകൾ നൽകും, ഒപ്പം അതിൻ്റെ PDF നൽകും. അതുകൂടാതെ നമ്മൾ ഈ നടക്കാൻ പോകുന്ന എക്സാമുകൾക്കുള്ള ക്രാഷ് കോഴ്സുകൾ അവിടെ ലഭ്യമാണ് ഫ്രീ ആയിട്ട്. അതുപോലെ ഇതേപോലെ സെപ്പറേറ്റ് ടോപ്പിക്കിലുള്ള ക്ലാസ്സുകൾ, അതിനുള്ള മുൻകാല ചോദ്യങ്ങൾ ലഭിക്കും, അതിൻ്റെ PDF നൽകും. ഇതിനൊക്കെ തന്നെ നിങ്ങൾക്ക് ഡെയിലി എക്സാമുകൾ ലഭിക്കും. കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതാത് കാലഘട്ടത്തിലെ എക്സാമുകൾക്ക്, 10th ലെവൽ എക്സാമുകൾക്ക് അതിന് മുഴുവനുള്ളത് ലഭിക്കും. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ആദ്യം അപ്പോൾ ഇതിൻ്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ PSC പരീക്ഷയിൽ പ്രിലിംസിൽ തന്നെ വരാറുണ്ട്. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ നിങ്ങൾക്കറിയാം, വാസ്കോ ഡ ഗാമയാണ്. ആരാണത്? വാസ്കോ ഡ ഗാമ അല്ലേ? ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യവും പോർച്ചുഗീസാണ്. ആ യൂറോപ്യന്മാരുടെ വരവ് ഓർത്തു വയ്ക്കാൻ പോഡ ബീഫെ, മലപ്പുറം ജില്ലക്കാരാണെങ്കിൽ ബീഫ് ഇഷ്ടമാണ്, നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണോ എന്നറിയില്ല. പോഡ ബീഫെ എന്ന് ഓർത്തു വെച്ചാൽ മതി. അതിൽ പോ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ്, ഡ എന്ന് പറഞ്ഞാൽ ഡച്ച്, ബി എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ, ഫ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച്. പോഡ ബീഫെ എന്ന് ഓർത്തു വെച്ചാൽ മതി. ഇപ്പം ഇന്ത്യയിൽ ആദ്യം വന്ന യൂറോപ്യന്മാരാരാണ്? പോർച്ചുഗീസുകാരാണ്. അവർ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് അവസാനം മടങ്ങിയ യൂറോപ്യൻ ശക്തിയും. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടി ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയിൽ അവസാനിച്ചു. പിന്നീട് 7 കൊല്ലം കൂടി കഴിഞ്ഞ് 1954 മാഹി വിമോചിതമാകുന്നത്. ഫ്രാൻസിൻ്റെ ആധിപത്യം അവസാനിക്കുന്നു. പിന്നെ 1954 കഴിഞ്ഞ് വീണ്ടും 7 വർഷം കഴിഞ്ഞ് 1961 ഗോവ സ്വതന്ത്രമാകുന്നത്. പോർച്ചുഗീസ് ആധിപത്യം അവസാനിപ്പിക്കുന്നു. അപ്പം 47 7 കൂട്ടിയാൽ 54 ആരവസാനിക്കുന്നു? ഫ്രാൻസ്. 54 7 കൂട്ടിയ 61 പോർച്ചുഗീസുകാർ. അപ്പം ആദ്യം വന്നതും പോർച്ചുഗീസുകാരാണ്, അവസാനം പോയതും പോർച്ചുഗീസുകാരാണ്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അപ്പം അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം ഏതാണ്? ഓപ്പറേഷൻ വിജയ് ആണ്. ഞാൻ പറഞ്ഞു 47 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു. 7 കൊല്ലം കഴിഞ്ഞാണ് ആര് വിടുന്നത്? ഫ്രാൻസുകാർ വിടുന്നത്. 1954 മാഹി മോചനം നടക്കുന്നു. അത് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ് 61 പോർച്ചുഗീസുകാർ ഇന്ത്യ വിടുന്നത്. അതിനുവേണ്ടി നമ്മൾ നടത്തിയ, ഗോവയെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തിയ സൈനിക നീക്കത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ വിജയ്. അപ്പോൾ ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്ന് പറയുന്നത് വാസ്കോ ഡ ഗാമയാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തി ഏതാണ്? ഫ്രഞ്ചുകാർ. പോഡ ബീഫെ ഓർത്തു വയ്ക്കുക. അപ്പം അതിൽ അവസാനം ഫ്രഞ്ചാണല്ലോ വരുന്നത്. ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരികെ പോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരികെ പോയത് ഡച്ചുകാരാണ് കേട്ടോ, ഓർക്കുക. ഇന്ത്യയിൽ നിന്ന് അവസാനം പോയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. ഗോവ അല്ലേ? 1961 ഓപ്പറേഷൻ വിജയ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രവും ഗോവയായിരുന്നു. ഗോവ കഴിഞ്ഞാൽ
പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന കോളനികൾ ദാമൻ ദിയു ആയിരുന്നു. പിന്നീട് അത് കേന്ദ്രഭരണ പ്രദേശമായി. ഗോവ പിടിച്ചടക്കാൻ ഇന്ത്യ സേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ് 1961. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധമേതാണ്? പ്ലാസി യുദ്ധമാണ്. ഏതാണ് കൊല്ലം? 1757 പ്ലാസി യുദ്ധം നടക്കുന്നത്. ആരൊക്കെ തമ്മിലാണ് പ്ലാസി യുദ്ധം? അന്നത്തെ ബംഗാൾ നവാബായിരുന്ന സിറാജ് ഉദ് ദൗളയും ആരാണ്? സിറാജ് ഉദ് ദൗളയും ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന ആരായിരിക്കും? റോബർട്ട് ക്ലൈവ്. ഇവർ തമ്മിലായിരുന്നു യുദ്ധം. അതിൽ 1757 പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗള പരാജയപ്പെടുകയും ഇന്ത്യയിൽ ആദ്യമായി ബ്രിട്ടീഷ് രാജ് ആരംഭിക്കുകയും ചെയ്തു. ഇപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷ് രാജ് ആരംഭിച്ച സ്ഥലം ബംഗാളാണ്. ബംഗാളിനെ നവാബിനെയാണ് പ്ലാസി യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവ് പരാജയപ്പെടുത്തുന്നത്. കൊല്ലം 1757. അത് കഴിഞ്ഞ് 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. അപ്പം പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തിയത് ആരാണ്? അത് റോബർട്ട് ക്ലൈവ് ആണ്. അപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയാധികാരത്തിന് അടിത്തറയിട്ട സ്ഥലം എന്ന് പറയുന്നത് ബംഗാളാണ്. പിന്നീട് 100 വർഷം കൊണ്ട് അവർ ഇന്ത്യ മുഴുവൻ അവരുടെ കൈക്കലാക്കുകയാണ്. 1757 തുടങ്ങി 1856 ആകുമ്പോഴേക്കും അവർ ഇന്ത്യയുടെ ബഹുഭൂരിഭാഗവും ഒന്നുകിൽ നേരിട്ട് അല്ലെങ്കിൽ രാജാക്കന്മാരെ സാമന്തന്മാരാക്കിക്കൊണ്ട് നേരിട്ട് ബ്രിട്ടന്റെ കയ്യിലാവുകയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യത്തിന് സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം പ്ലാസി യുദ്ധം 1757. പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലാണ്? മറന്നു പോകേണ്ട, സിറാജ് ഉദ് ദൗളയും ബ്രിട്ടീഷുകാരുമാണ്. സിറാജ് ഉദ് ദൗള എന്ന് പറഞ്ഞാൽ അന്നത്തെ ബംഗാൾ നവാബ്. സിറാജ് ഉദ് ദൗള എവിടത്തെ ഭരണാധികാരിയായിരുന്നു? ബംഗാളിലെ. എന്നാൽ സിറാജ് ഉദ് ദൗളയെ വഞ്ചിച്ച് ബ്രിട്ടീഷുകാരുടെ പക്ഷം ചേർന്ന അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ മിർ ജാഫറാണ്. സിറാജ് ഉദ് ദൗള പരാജയപ്പെടാനുള്ളൊരു കാരണം അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ അദ്ദേഹത്തെ വഞ്ചിക്കുന്നുണ്ട്. ആ വഞ്ചിച്ച സൈന്യാധിപന്റെ പേരാണ് മിർ ജാഫർ. അപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ സഹായിച്ച യുദ്ധം ബക്സാർ യുദ്ധമാണ്. പിന്നീട് 7 കൊല്ലം കഴിഞ്ഞ് 1757 കഴിഞ്ഞ് 7 കൊല്ലം കഴിഞ്ഞ് 1764 നടക്കുന്ന ബക്സാർ യുദ്ധത്തിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ സഹായിച്ചത്. അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കമിട്ട യുദ്ധം പ്ലാസി യുദ്ധമാണ്. ബ്രിട്ടീഷ് രാജ് തുടങ്ങുന്നത് ബംഗാളിലാണ്. പക്ഷെ ആ ഭരണം അരക്കിട്ടുറപ്പിച്ച യുദ്ധം ബക്സാർ യുദ്ധമാണ് 7 കൊല്ലം കഴിഞ്ഞ് 1764. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ്. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ടിപ്പു സുൽത്താനാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് നേരിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടി അതുപ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് നേരിട്ട് ലഭിക്കുന്നത്. ആ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആരാണ്? ടിപ്പു സുൽത്താനാണ്. ഇപ്പൊ ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പൊ കൊല്ലം ഓർത്തു വയ്ക്കുക, 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി കൂടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. റിപ്പബ്ലിക് എന്ന ആശയം നടപ്പിലാക്കിയ ജാക്കോബിയന്മാരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ഭരണാധികാരിയാകുന്നതിനെയാണ്, രാഷ്ട്രത്തലവനാകുന്നതിനെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ആ ആശയത്തിൽ ആകർഷനായി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്മരണാർത്ഥം സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിയനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താൻ. സ്വാതന്ത്ര്യത്തിന്റെ മരം നടുന്നു, ജാക്കോബിയനിൽ അംഗമാവുകയും ചെയ്യും. ശ്രീരംഗപട്ടണം സന്ധിയുടെ ഫലമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മലബാറുണ്ട്, കൂർഗുണ്ട്, ഡിണ്ടിഗലുണ്ട്, ബരമഹലുണ്ട്. അതിൽ മലബാർ ഓർക്കുക. പാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ചത് തിരുനെൽവേലിയിലാണ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, പാണ്ഡ്യൻ എന്നൊക്കെ കേൾക്കുമ്പോൾ തമിഴ്നാടുകാരൻ തന്നെ അല്ലേ? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം ഏതാണ്? തിരുനെൽവേലിയിലാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം അതിന് വർഷങ്ങൾക്ക് മുമ്പേ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുകളുണ്ടായിരുന്നു. നികുതി പ്രശ്നമാണ്. അപ്പോൾ നമുക്കറിയാം പഴശ്ശിക്കലാപമുണ്ട്. 1812 ഇന്ത്യയിലെ ദക്ഷിണേന്ത്യയിലെ ഏക ഗിരിവർഗ കലാപമായ എന്തുണ്ട്? കുറിച്ച കലാപമുണ്ട്. കുറിച്ചലും കുറുമ്പരും നടത്തിയ കലാപങ്ങളുണ്ട്. അങ്ങനെ ഒട്ടനവധി കലാപങ്ങൾ ഒറ്റപ്പെട്ട് നടന്നുണ്ട്. അങ്ങനെ
ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി പ്രശ്നത്തിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ നടത്തിയ കലാപമാണ് കട്ടബൊമ്മൻ കലാപം. കട്ടബൊമ്മൻ കലാപത്തിന്റെ മറ്റൊരു പേര് പോളിഗർ കലാപം എന്നും കൂടിയുണ്ട്. കട്ടബൊമ്മൻ കലാപത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്. അതെന്താണ്? പോളിഗർ കലാപം. തമിഴ്നാട്ടിലെ പാഞ്ചാലക്കുറിഞ്ചി പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന പ്രാദേശിക നേതാവായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. പാഞ്ചാലക്കുറിഞ്ചി പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന ഒരു പ്രാദേശിക നേതാവായിരുന്നു വീരപാണ്ഡ്യ കട്ടിബൊമ്മൻ. പാഞ്ചാലക്കുറിഞ്ചി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തിരുനെൽവേലിയിലാണ്. ഓക്കെ, അപ്പോൾ അതാണ് തിരുനെൽവേലി എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ നികുതി വർദ്ധിപ്പിച്ചപ്പോൾ അതിനെതിരെ നടന്ന കട്ടബൊമ്മൻ സമരം അവസാനിച്ചത് 1799 വീരപാണ്ഡ്യ കട്ടബൊമ്മനെ പിന്നീട് 1799 തൂക്കിലേറ്റുകയും ചെയ്തു. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമായി രചിച്ച നോവൽ ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പല ധാരകളുണ്ട്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് കലയും സാഹിത്യവും ഒക്കെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ബംഗാളിൽ നടന്ന ഒരു കലാപമാണ് സന്യാസി കലാപം. ആ സന്യാസി കലാപത്തിന്റെ പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടായ നോവലാണ് ആനന്ദമഠം. ആനന്ദമഠം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലാണ് വന്ദേ മാതരം ഉള്ളത്. ആ വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതമായി പിന്നീട് അംഗീകരിക്കപ്പെടുന്നത്. 1896 കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഈ വന്ദേ മാതരം രവീന്ദ്രനാഥ ടാഗോർ എന്ത് ചെയ്യുന്നുണ്ട്? ആലപിക്കുന്നുണ്ട്. അപ്പോൾ 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. ആ വന്ദേ മാതരം ആ സമ്മേളനത്തിൽ ചൊല്ലിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. 1896 കൊൽക്കത്തയാണ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ വേദി, ഓർത്തിരിക്കുക. ഇപ്പൊ ബംഗാളിലെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ് സന്യാസി ഫക്കീർ കലാപം. സന്യാസി കലാപത്തെ ആധാരമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച കൃതിയാണ് ആനന്ദമഠം. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച കൃതിയുടെ പേരെന്താണ്? ആനന്ദമഠം. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? നീലം കലാപം നടന്നത് ബംഗാളിലാണ്. പക്ഷെ നമുക്കറിയാം, നീലം കലാപം എന്ന് പറഞ്ഞാൽ ബംഗാളിലെ നീലം കർഷകർ ഇതേപോലെ തന്നെയുള്ള ബുദ്ധിമുട്ടുകളുടെ ഭാഗമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് നീലം കലാപം. അത് ബംഗാളിലാണ്. പക്ഷേ ഇത് കൂടാതെ നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ ചമ്പാരൻ സത്യാഗ്രഹമുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നടത്തുന്ന സത്യാഗ്രഹമാണ്. സത്യാഗ്രഹമാണെന്ത്? ചമ്പാരൻ സത്യാഗ്രഹം. അതും നീലം കർഷകരുമായി ബന്ധപ്പെട്ടതാണ്. ആ നീലം കർഷകരുമായി ബന്ധപ്പെട്ട ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. അപ്പൊ നീലം കലാപം പശ്ചിമ ബംഗാളിലും ആ നീലം കലാപവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ നാടകമാണ് നീലദർപ്പൺ. എന്താണ്? നീലദർപ്പൺ. അതൊക്കെ ബംഗാളിലാണ്. എന്നാൽ ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നീലം കർഷകർക്ക് വേണ്ടി നടത്തുന്നത്, ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് 1917 ചമ്പാരനിലാണ്. അത് ബീഹാറിലാണ്, മറക്കണ്ട. അപ്പോൾ നീലം കർഷകരുടെ ദയനീയ ജീവിതത്തെ ആധാരമാക്കി ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽദർപ്പൺ. അതുകൂടി ഓർത്തുവെച്ചു. സന്താളരുമായി ബന്ധപ്പെട്ട് പഴയ പ്രിലിംസിൽ ധാരാളം ചോദ്യങ്ങളാണ് വന്നിരുന്നത്. സന്താളർ അധിവസിച്ചിരുന്ന ഭൂമിക്ക് ദാമിൻ ഇ കോഹ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു കുറച്ച് അപൂർവമായ ചോദ്യമാണ്. ഇതൊരു +2 ലെവലിലുള്ള ക്ലാസ്സുകളിലാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇനി പരീക്ഷയ്ക്ക് വന്നതുകൊണ്ട് ആ ദാമിൻ ഇ കോഹ് ഓർമ്മിച്ചു വെക്കണം. അപ്പോൾ സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ദാമിൻ ഇ കോഹ് ആണ്. സന്താളർ എന്ന് പറയുന്നത് ആ സന്താൾ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി, അല്ലെ? ഏക ഗോത്രവർഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി. ഇതൊക്കെയാണ് ദ്രൗപദി മുർമു. അതുവരെ ഈ സന്താളർ അധിവസിച്ചിരുന്ന ഭൂമിക്ക് പറയുന്ന പേര് ദാമിൻ ഇ കോഹ് എന്നാണ്. സന്താൾ കലാപം നടന്നത് 1855 മുതൽ 1856 വരെയാണ്. സന്താൾ കലാപം നടന്നത് 1855 മുതൽ 1856 വരെയാണ്. സന്താൾ കലാപം നടന്ന പ്രദേശം രാജ്മഹൽ കുന്നുകളാണ്. സന്താൾ കലാപം നടന്ന പ്രദേശം ഏതാണ്? രാജ്മഹൽ കുന്നുകളാണ്. ഇന്നത്തെ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലായാണ് രാജ്മഹൽ കുന്നുകളുടെ താഴ്വരകളിൽ സന്താളർ അധിവസിച്ചിരുന്നത്. ബംഗാൾ, ബീഹാർ, അതുപോലെ തന്നെ ജാർഖണ്ഡ്. തെബാഗ സമരം നടന്നത് തെബാഗയും ബംഗാളിൽ നടന്ന ഒരു സമരമാണ് തെബാഗ സമരം എന്ന് പറഞ്ഞത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതെല്ലാം എന്നൊരു ചോദ്യം വരുന്നു. അത് മദ്രാസ് ലേബർ യൂണിയൻ ഉണ്ട്, AITUC ഉണ്ട്,
അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ ഒക്കെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനങ്ങളാണ്. മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ. അതുകൊണ്ട് ഉത്തരം ഇവയെല്ലാം എന്നാണ്. ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ ഏതെല്ലാം? അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ, അതുപോലെ തന്നെ AITUC, അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. 1920 അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിതമാകുന്നത്. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് NM ജോഷിയും ലാലാ ലജ്പത് റായിയുമാണ്. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ രൂപം നൽകിയത് ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ലാൽപാൽ ഭാളിലുള്ള ലാലാ ലജ്പത് റായും NM ജോഷിയുമാണ്. NG രംഗം അടക്കമുള്ള കർഷകരുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് രൂപീകൃതമായ കർഷക പ്രസ്ഥാനമാണ് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ്. മറ്റൊരു സംഘടനയാണ് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ്. അത് NG രംഗ അടക്കമുള്ളവരുടെ ശ്രമഫലമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ്. കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകിയത് ആരാണ്? ബോംബെയിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിലാണ് കിസാൻ മാനിഫെസ്റ്റോ രൂപീകൃതമാകുന്നത്. അഖിലേന്ത്യാ കിസാൻ സഭ പിന്നീട് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് പിന്നീട് അഖിലേന്ത്യാ കിസാൻ സഭ എന്നും അറിയപ്പെട്ടു. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ AITUCയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിനും പുറത്തുമുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക. സ്വാതന്ത്ര്യത്തിനുള്ള വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവമായി പങ്കെടുക്കുക. ബ്രിട്ടീഷുകാരെ കൊണ്ട് ദോഷം മാത്രമല്ല ഗുണവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? റവന്യൂ ബോർഡ് രൂപീകരിക്കപ്പെടുന്നത് വാറൻ ഹേസ്റ്റിങ്ങിന്റെ കാലത്താണ്. ഇന്ത്യയിൽ ആരുടെ കാലഘട്ടത്തിലാണ് റവന്യൂ ബോർഡ് രൂപീകരിക്കപ്പെടുന്നത്? വാറൻ ഹേസ്റ്റിങ്ങിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ റവന്യൂ ബോർഡ് രൂപീകരിക്കപ്പെടുന്നത്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ കൂടിയാണ് വാറൻ ഹേസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ദ്വിഭരണം നിർത്തലാക്കിയതും വാറൻ ഹേസ്റ്റിംഗ് ആണ്. കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ അതും വാറൻ ഹേസ്റ്റിംഗ് ആണ്. കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറലും ആരെന്നെയാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. എന്നാൽ ഏത് ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? അതും വാറൻ ഹേസ്റ്റിംഗിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി. അപ്പോൾ കൊൽക്കത്ത സുപ്രീം കോടതി അത് സ്ഥാപിക്കപ്പെടുന്നത് വാറൻ ഹേസ്റ്റിംഗിന്റെ കാലത്താണ്. അവിടുത്തെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസിന്റെ പേരൊന്ന് ഓർത്തു വെച്ചോളൂ, എലിജ ഇംബെ. അവിടുത്തെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ്? എലിജ ഇംബെ എന്നാണ്. ഇന്ത്യൻ ചരിത്രത്തിലും സംസ്കാരത്തിലും ഗവേഷണം നടത്താനായി വാറൻ ഹേസ്റ്റിംഗിന്റെ കാലത്ത് ആരംഭിച്ച സ്ഥാപനമാണ് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. വാറൻ ഹേസ്റ്റിംഗ് തന്നെ ഇന്ത്യൻ ചരിത്രത്തിലും സംസ്കാരത്തിലും ഗവേഷണം നടത്താനായി വാറൻ ഹേസ്റ്റിംഗ് സ്ഥാപിച്ച സംഘടനയാണ് എന്തെന്ന് പറയുന്നത്? റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലും ആര് തന്നെയാണ്? വാറൻ ഹേസ്റ്റിംഗ് തന്നെയാണ്. ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയത് അദ്ദേഹം ഏത് നിയമപ്രകാരമാണ്? റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചിട്ടാണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചിട്ടാണ് വാറൻ ഹേസ്റ്റിംഗ് എന്താവുന്നത്? ബംഗാളിലെ ഗവർണർ ജനറൽ ആയത്. ഏറ്റവും കൂടുതൽ കാലം ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിയാണ്. കൊൽക്കത്ത സുപ്രീം കോടതി സ്ഥാപിതമായപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറലാണ്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ആളാണ്. റവന്യൂ ബോർഡ് രൂപീകരിച്ച സമയത്തെ ഗവർണർ ജനറലാണ്. ഇസ്ലാമിക പഠനത്തിനായി കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണാധികാരിയും ഇസ്ലാമിക പഠനത്തിനായി കൽക്കട്ടയിൽ മദ്രസ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണാധികാരിയും വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഓർത്തിരിക്കുക. 1784 റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരംഭിച്ചത് സർ വില്യം ജോൺസ് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇംപീച്ച്മെന്റിന് വിധേയനായ ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്. മറ്റൊന്നാണ് ബനാറസ് ഉടമ്പടി. 1773 അന്നത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ഔദ് നവാബ് ഷുജാ ഉദ് ദൗലയുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ബനാറസ് ഉടമ്പടി. 1773 അന്നത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് അവധ് നവാബ് ഷുജാ ഉദ് ദൗലയുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ബനാറസ് ഉടമ്പടി. കമ്പനി പ്രദേശങ്ങളെ മറാത്തരുടെയും അഫ്ഗാൻകാരുടെയും ആക്രമണങ്ങളിൽ നിന്ന് പരിരക്ഷിക്കുന്നതിനായി അവത് ഒരു ഇരിട രാജ്യമായി നിലനിർത്തും. അത് എന്താണ്? ആരുടെ പ്രദേശങ്ങളെ? കമ്പനി പ്രദേശങ്ങളെ മറാത്തരുടെയും അഫ്ഗാൻകാരുടെയും ആക്രമണങ്ങളിൽ നിന്ന് പരിരക്ഷിക്കുന്നതിനായി
ഏതാണ്? ഒരു ഇടരാജ്യമായിട്ട് വർക്ക് ചെയ്യും ആ സ്ഥലം. കരാർ പ്രകാരം മുഗൾ ചക്രവർത്തിയിൽ നിന്ന് പിടിച്ചെടുത്ത അലഹബാദ്, കോറ എന്നീ ജില്ലകൾ അവധിന് നൽകിയതിന് പകരമായി 50 ലക്ഷം രൂപയും നവാബിന്റെ രക്ഷയ്ക്കായി നിർത്തുന്ന കമ്പനി സേനയുടെ സംരക്ഷണ ചെലവും നവാബ് നൽകണം. അപ്പൊ ബനാറസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഇന്ത്യയിൽ ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യയിൽ ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ചത് കോൺവാലിസ് പ്രഭുവാണ്. ആരാണ് ഇന്ത്യയിൽ ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ചത്? കോൺവാലിസ് പ്രഭുവാണ്. റവന്യൂ ഭരണവും നീതിന്യായ സമ്പ്രദായവും വേർതിരിക്കാനായി കോൺവാലിസ് കോഡ് കൊണ്ടുവന്നു. ആര്? കോൺവാലിസ് പ്രഭു. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഭരണാധികാരി അത് ഡൽഹൌസിയാണ്. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഭരണാധികാരി ആരാണ്? ഡൽഹൌസിയാണ്. ആദായ നികുതി ആരംഭിച്ച വൈസ്രോയി കാനിങ്ങുമാണ്. ആദായ നികുതി ആരംഭിച്ചത് കാനിങ്. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് കാരി ഡൽഹൌസി. ആദായ നികുതി അവസാനിപ്പിച്ച വൈസ്രോയി നോർത്ത് ബുക്കാണ്. ആദായ നികുതി അവസാനിപ്പിച്ച ആരാണ് പറയുക? വൈസ്രോയി നോർത്ത് ബുക്കാണ്. ഇന്ത്യയിൽ വനം വകുപ്പ് ആരംഭിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ്? സർ ജോൺ ലോറൻസിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ വനം വകുപ്പ് ആരംഭിക്കുന്നത്. ആരുടെ കാലഘട്ടത്തിലാണ്? സർ ജോൺ ലോറൻസിന്റെ. ഇന്ത്യയിൽ സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കിയത് ആരാണ്? മേയോ പ്രഭുവാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വികേന്ദ്രീകരണം നടത്തിയത് മേയോ പ്രഭുവാണ്. ഇന്ത്യയിലെ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചതും മേയോ പ്രഭുവാണ്. ഇന്ത്യയിലെ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചതും ആര് തന്നെയാണ്? മേയോ പ്രഭുവാണ്. അതുപോലെ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് സ്ഥാപിച്ച വൈസ്രോയി നോർത്ത് ബ്രൂക്കാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സ്ഥാപിച്ച വൈസ്രോയി ആരാണ്? നോർത്ത് ബ്രൂക്ക്. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും റെയിൽവേ വേർതിരിച്ച വൈസ്രോയി കഴ്സണാണ്. ഇന്ത്യയിൽ റെയിൽവേ ബോർഡ് നിലവിൽ വന്നപ്പോൾ വൈസ്രോയിയും കഴ്സണാണ്. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചതും കഴ്സണാണ്. സതി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? അത് വില്യം ബെന്റിക് പ്രഭുവാണ്. ഭരണപരമായ കാര്യങ്ങളിൽ ഇന്ത്യയെ മധ്യയുഗത്തിൽ നിന്നും ആധുനിക യുഗത്തിലേക്ക് നയിച്ചത് വില്യം ബെന്റിക്കാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറലും ആരനെയാണ്? വില്യം ബെന്റിക്കാണ്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വില്യം ബെന്റിക്കാണ്. സതി നിരോധിച്ച ഗവർണർ ജനറലാണ് വില്യം ബെന്റിക്. കൊല്ലം ഓർത്തുവെക്കണം, 1829. പെൺ ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറലാണ് വില്യം ബെന്റിക്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച ഗവർണർ ജനറലാണ് വില്യം ബെന്റിക്, കൊൽക്കത്തയിൽ 1835. അപ്പൊ വില്യം ബെന്റിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഉണ്ട്, പെൺ ശിശുഹത്യ നിരോധിച്ച ആളാണ്, സതി നിരോധിച്ച ആളാണ്, ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവാണ്. മധ്യകാല ഇന്ത്യയിൽ നിന്നും ഇന്ത്യയെ മധ്യയുഗത്തിൽ നിന്നും ആധുനിക ഇന്ത്യയിലേക്ക് നയിച്ചതും വില്യം ബെന്റിക്കാണ്. ഓർത്തുവെക്കുക വില്യം ബെന്റിക്കിന്റെ വിശേഷണങ്ങൾ. ഇനി ഡൽഹൌസിയുമായി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ബോംബെ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ശരിയാണ്, ഡൽഹൌസിയാണ് ബോംബെ മുതൽ താനെ വരെ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ സ്ഥാപിക്കുന്നത്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു, അതും ശരിയാണ്. സതി സമ്പ്രദായം, ശിശുഹത്യ എന്നിവ നിരോധിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. അത് നിങ്ങൾക്കറിയാലോ, വില്യം ബെന്റിക്കിന്റെ കാലത്താണ്, ഡൽഹൌസിയുടെ കാലത്തല്ല എന്നുള്ളത്. അപ്പൊ ആ ചോദ്യം അറിയുമ്പോൾ തന്നെ 3 തെറ്റാണെന്നറിയാം. അതുകൊണ്ട് ഇവിടെ 1ഉം 2ഉം മാത്രമാണ് ശരി. 3 വരുന്നത് നമുക്ക് ഒഴിവാക്കാം. 3 വരുന്നത് 2 വരുന്നുണ്ട്. പിന്നെ ഈ 2 നിങ്ങൾക്ക് സംശയം വരിക. അതിൽ 1ഉം 2ഉം മാത്രമാണ് ശരി. കൊണ്ട് ഇവിടെ 3 വരുന്നത് 3 ഉണ്ട്. അവിടെ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊക്കെയാണ്. അപ്പൊ ഡൽഹൌസിയുടെ കാലത്താണ് ഇന്ത്യയിൽ റെയിൽവേ ലൈൻ ആരംഭിക്കുന്നത്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവാണ്. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ഡൽഹൌസി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ കൂടിയായിരുന്നു ഡൽഹൌസി. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം കൊണ്ടുവരുന്നത് ആരാണ്? ഡൽഹൌസിയാണ്. അപ്പോൾ ക്ലാസ്സിനിടയിൽ നമുക്കൊരു കാര്യം കൂടി പറയാം, എന്നിട്ട് ക്ലാസ് തുടരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രീ ക്ലാസ്സുകളുണ്ട്. അതുകൂടാതെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ കിട്ടണം എന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ വന്നു. അങ്ങനെ ഒട്ടനവധി എക്സാമുകൾ 10th ലെവലിൽ ഇനിയും വരാനിരിക്കുന്നു. ഒട്ടനവധി എക്സാമുകളാണ് 10th ലെവലിൽ വരാനിരിക്കുന്നത്. ഇപ്പോൾ 10th ലെവലിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ബീവറേജ് LDC, LGS വാരിയസ് കമ്പനി കോർപ്പറേഷൻ, ഇങ്ങനെ പല ഒഴിവുകളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഏകദേശം 20,000 വേക്കൻസികളിലേക്കാണ് ഇങ്ങനെ വരുന്ന. ഈ എല്ലാ എക്സാമുകൾക്കും ഒരേ സിലബസ് ആണ്. ആ ഒരേ സിലബസ് പ്രകാരം ചെറിയ വ്യത്യാസമുണ്ട്.
അത് മുഴുവൻ കവർ ചെയ്യുന്ന ഒരൊറ്റ കോഴ്സ് കിട്ടിയാലോ? റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ് ഇല്ല, അതിൽ റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും, ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും, ഡെയിലി ലേണിംഗ് പ്ലാൻ ഉണ്ടായിരിക്കും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, PDF നോട്ടുകൾ ഉണ്ടായിരിക്കും, ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ള ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും, ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അതിന് മാത്രമായിട്ടൊരു ഡെഡിക്കേറ്റഡ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതൊക്കെ കൂടി അടങ്ങിയ ഒരു കോഴ്സ് ഒരു വർഷത്തേക്ക് നിങ്ങൾക്കിപ്പോൾ 499 രൂപയ്ക്ക് ലഭിക്കും. ഒരു വർഷത്തേക്ക് 499 രൂപ, 1-2 ദിവസങ്ങൾ കൂടി. അത് കഴിഞ്ഞാൽ അത് 700 രൂപയാണ് അതിൻ്റെ പ്രൈസ്. ആ പ്രൈസിലേക്ക് മടങ്ങും. അപ്പോൾ ആ കോഴ്സിൽ ചേരുന്നതിന് ഇതിന് ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരൊറ്റ കോഴ്സ് ഫുൾ കംപ്ലീറ്റ് കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനോടൊപ്പം ലൈവ് ക്ലാസ്സുകൾ കൂടി വേണമോ? അതിനൊരു വർഷത്തേക്ക് 1200 രൂപ അഫോർഡബിൾ പ്രൈസിങ്. 1200 രൂപ മാസം പ്രതി അടയ്ക്കുകയാണെങ്കിൽ, പ്രതിമാസം അടയ്ക്കുകയാണെങ്കിൽ 100 രൂപ. അതേ കോഴ്സിൻ്റെ ലിങ്കും താഴെ നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് മെൻറ്ററിങ് വേണം എന്നുണ്ടെങ്കിൽ, അതായത് ദിവസവും ലൈവ് ക്ലാസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്, PDF, അതിൻ്റെ ലേണിംഗ് പ്ലാൻ, ഒപ്പം നിങ്ങളുടെ പഠനം നിങ്ങൾ ഓരോ സ്റ്റേജും കംപ്ലീറ്റ് ആക്കുന്നുണ്ടോ? 15 സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ 15 സ്റ്റേജുകളും കംപ്ലീറ്റ് ആക്കുന്നതോടുകൂടി നിങ്ങൾ എഴുതുന്ന എല്ലാ 10th ലെവൽ എക്സാമിലും നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കും. നിങ്ങൾ ഉയർന്ന റാങ്കിലെത്തും, അത് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. അങ്ങനെ നിങ്ങളെ പിന്നാലെ നടന്ന് നിങ്ങളെ മെൻറ്റർ ചെയ്തുകൊണ്ട് പഠനം ഉറപ്പിച്ചുകൊണ്ട് ഓരോ സ്റ്റേജിലും നിങ്ങൾക്ക് കൈത്താങ്ങായി നിന്നുകൊണ്ടുള്ള മെൻറ്ററിങ്ങോട് കൂടിയുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് ഇപ്പോൾ 4999 രൂപയ്ക്ക് കിട്ടും. ഈ കോഴ്സിൽ നിങ്ങൾക്ക് ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ 8075963937 എന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം. എനിക്ക് ഉറപ്പാവണം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ളവരെ മാത്രമേ ഇതിൽ ചേർക്കുകയുള്ളൂ. 100 പേർക്ക് മാത്രമുള്ള എക്സ്ക്ലൂസീവ് ബാച്ചാണ്. 100 പേർക്ക് മാത്രമുള്ള എക്സ്ക്ലൂസീവ് ബാച്ച്. താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് നിങ്ങളെ കോഴ്സിലേക്ക് ചേർക്കുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടില്ല. ഇനി ക്ലാസ്സിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഡൽഹൌസിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ആരാണ്? അത് ഡൽഹൌസിയാണ്. ഇന്ത്യയിൽ ആദ്യ റെയിൽവേ ഗതാഗതം കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസിയാണ്. ഏതാ കൊല്ലം? 1853. ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് 1853 1853 ഓർക്കുക. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനും 4 വർഷം മുമ്പേ. ആദ്യം ബോംബെയിൽ നിന്നും താനെയിലേക്കാണ് ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാത ആരംഭിച്ചത്. ആധുനിക തപാൽ സംവിധാനവും ടെലിഗ്രാഫും ആരംഭിച്ചത് ഡൽഹൌസിയാണ്. വെറുതെയാണോ ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്ന് പറയപ്പെടുന്നത്? റെയിൽവേ ആരംഭിച്ചത് ആരാണ്? ഡൽഹൌസിയാണ്. അതുപോലെ തന്നെ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചത്, ടെലിഗ്രാഫ് ആരംഭിച്ചത് ഡൽഹൌസിയാണ്. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ ഡെസ്പാച്ച് ഓൺ എഡ്യൂക്കേഷൻ നിയമിച്ച ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ചാണ്. 1853 റെയിൽവേ, 1854 വുഡ്സ് ഡെസ്പാച്ച് വരുന്നത്. അപ്പൊ ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവാണ്, ഇന്ത്യൻ ടെലിഗ്രാഫിന്റെ പിതാവാണ്, ഇന്ത്യൻ റെയിൽവേയുടെ പിതാവാണ്, ഇന്ത്യൻ തപാൽ സംവിധാനത്തിന്റെ പിതാവാണ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുകളുടെ പിതാവാണ്. ഇതെല്ലാമാണ് ഡൽഹൌസി. അപ്പൊ ഡൽഹൌസിനെയും വില്യം ബെന്റിക്കിനെയും നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. അവസാനം വരെ എത്ര പേര് കണ്ടിട്ടുണ്ട്? നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടോ? ഒന്ന് കമന്റ് ചെയ്യൂ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇന്ത്യൻ ചരിത്രവുമായി വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.